ഹായ് ഗായ്സ്, വെൽക്കം ടു ആൽബിൻസ് ഹബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദളപതി വിജയ് നായകനായി എച്ച് വിനോദിൻ്റെ ഡയറക്ഷനിൽ വരുന്ന അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വരുന്ന ജനനായകൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കത് റിയാക്ഷൻ ചെയ്യാം. വാ. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ദളപതിയുടെ സ്പെഷ്യൽ സാധനം. ആട്ടാ മോനെ, വാളൊക്കെ വെച്ച് വരുന്നു നമ്മുടെ കാക്കി. പോലീസാ? അങ്ങനെ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആട്ടോ. അനിരുദ്ധന് ഓ എടാ, ഇത് സ്പെഷ്യലാണല്ലോ, എപ്പോഴും ഉള്ള സാധനമാണ്. എടാ ബ്ലഡ് ഗൈസ്, വെയിറ്റ് ഗൈസ്, ഇവിടെ എവിടെയോ ഞാൻ കണ്ടുപിടിച്ച ലുക്കാണല്ലോ. മെർസലിലെ ലുക്ക് പോലെ ഇല്ലേ ഗൈസ്? നിങ്ങൾക്ക് തോന്നിയോ? എനിക്കത് തോന്നി. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ താഴെ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ആടാ മോനെ, ഓ വിജയ് ആ ടൈറ്റിൽ കാർഡ് എഴുതി പൊളി കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ദളപതി, ജനനായകൻ, എച്ച് വിനോദ് ആൻഡ് അനിരുദ്ധ് മ്യൂസിക്. പടം റിലീസാണ് ഗൈസ്. അപ്പൊ ഗൈസ്, ഞാൻ വീഡിയോ കണ്ടു. അടിപൊളി വീഡിയോ. എന്താ പറയാ, വിജയണ്ണന്റെ ലുക്ക് വൈസ് ആണെങ്കിലും അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഒറ്റൊരു ഒരു 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 പ്രശ്നമായിട്ട് തോന്നിയത്, വിജയണ്ണന്റെ ലുക്ക് സ്ഥിരം ലുക്ക് പോലെ നമ്മുടെ മെർസലിന്റെ ലുക്കായിട്ട് മാറിയോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. നിങ്ങൾക്കത് തോന്നിയെങ്കിൽ താഴെ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പം അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അടിപൊളിയാണ്. പിന്നെ ഓരോ ഫ്രെയിംസ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പടം വരാൻ പോകുന്നത് പൊങ്കലിനാണ്. പൊങ്കൽ റിലീസായിട്ടാണ്, ജനുവരിയിൽ വരും. അപ്പോൾ വിജയണ്ണൻ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമമുണ്ട്. കാരണം നമ്മളെപ്പോഴും തിയേറ്ററിൽ പോയി ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സംഭവം നമുക്ക് മിസ്സായി പോകും. അപ്പോൾ ഗൈസ്, 2026 ജനുവരി 9 പൊങ്കൽ റിലീസായിട്ട് ജനനായകൻ വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.